ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഇതാണ് അത്ഭുതം, ഇതാണ് അത്ഭുതം. यही चमत्कार है, ഇത് അത്ഭുതമാ. ये चमत्कार है. ഈ നിൽക്കുന്നത് മുഴുവൻ അത്ഭുതമാ. ये जो खड़े हैं हम चमत्कार है. ഞങ്ങളുടെ പിതാവും മാതാവും ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞു. हमारे माता पिता ने हमारे लिए आंसू बहाए അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. और उन्होंने हमारे लिए प्रार्थना किया ഞങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. और हमने अपने आप को परमेश्वर को सौंपा. ഞങ്ങളെല്ലാം വിശ്വാസത്തിൽ കൊണ്ടുവന്നത് ഞങ്ങളുടെ പ്രിയ പെങ്ങളാ. हम सभी को विश्वास में मेरी प्रिय बहन ने लाई थी. അവൻ നല്ല പ്രായത്തിൽ अपनी अच्छी उम्र में ആമ ചെങ്ങന്നൂരിലൂടെ പോകുന്ന ട്രെയിനുകളെ തലവെച്ച് മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച രാത്രി ഉണ്ടായിരുന്നു. रेलवे ट्रैक से जो ट्रेन गुजर रहा था उस पर अपना सर रखकर मरने के लिए उन्होंने ख्वाहिश रखी थी. ആമൻ ഈ പടിഞ്ഞാറ് അയ്യത്ത് പോയി തൂങ്ങിച്ചാകാൻ പല സമയം ആമ തീരുമാനമെടുത്തതാ എന്റെ സഹോദരി. कई बार मेरी दूसरी बहन ने पश्चिमी जगह में खुदकुशी करने के लिए वो गई थी. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പലപ്പോഴും ഹൃദയത്തിൽ ചിന്തിച്ചതാ എന്റെ വാത്സല്യ ബ്രദർ. मेरे बड़े ज्येष्ठ भाई ने भी सोचा था कि अपने घर से कई बार निकल जाए. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എല്ലാവരും ആമൻ സമാധാനമില്ലാതെ മനസ്സ് മരവിച്ചു പോയി. हम में से सभी लोग का अशांति की वजह से मन सुन्न हो गया. ഞങ്ങളെ സഹായിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. हमारा सहायता करने के लिए कोई भी नहीं था. ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. सांत्वना करने के लिए कोई भी नहीं था. തളം കെട്ടി നിന്ന രോഗത്തിൽ ഞങ്ങളെ വിടുവിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. रोग का भोज के बीच में हमें बचाने के लिए कोई भी नहीं था. മന്ത്രവാദി പറഞ്ഞു ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. जादू टोना करने वालों ने कहा कि हमसे नहीं होगा. ആഭിചാരകന്മാർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. सारे ज्योतिषों ने बोला कि इससे नहीं होगा. കൈനോട്ടക്കാർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. जादूगर करने वाले लोगों ने कहा कि हमसे काबिल नहीं है. പിശാച് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ജീവനോടെ വെക്കത്തില്ല. शैतान ने कहा कि हम तुम्हें जीवित नहीं छोड़ेंगे. ഓരോന്നിനെ കൊന്നുകളയും. और एक एक को मार देंगे. Praise the Lord. Hallelujah. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറയും. आज हम यहाँ पर खड़े हैं, हमारे आंखें भर रहे हैं, ഞങ്ങൾ നിലവിളിക്കും. हम पुकार रहे हैं. എൻ്റെ ഒരു സഹോദരൻ ഇപ്പോൾ ആൻഡമാൻസിലുണ്ട്. मेरा एक भाई अभी अंडमान में ही है. ഒരുപക്ഷെ ലൈവിൽ കാണുന്നുണ്ടായിരിക്കാം. हो सकता है कि वो हमें लाइव में देख रहे हो. പട്ടിണിയുടെ കാലഘട്ടം, अकाल के एक जमाना, ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം, गरीबी का एक जमाना, ഒരു നേരത്തെ ഭക്ഷണം കഴിപ്പാനില്ലാത്ത കാലഘട്ടം, एक ऐसा जमाना कि एक वक्त का खाना खाने के लिए हमने बहुत मुश्किल किया था. നല്ല വസ്ത്രം ധരിക്കാൻ अच्छा वस्त्र ना पहने हुए एक जमाना. നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ വിശപ്പടക്കാൻ ഈ ദേശത്തെ മുഴുവൻ പ്ലാവിൽ ഞങ്ങൾ പോയി തപ്പുമാരുന്ന ഒരു നേരത്തെ ചക്ക പറിക്കാൻ. हमारा भूख मिटाने के लिए कई बार यहाँ के अलग अलग वृक्षों की चोटी पर वहां पर उसका फल देखने के लिए हम गए थे. 1 കിലോ ഗോതമ്പ് മേടിച്ചാൽ ഞങ്ങൾ 5 പേര് ഭക്ഷിക്കും. 1 किलो आटा खरीदने के बाद हम 5 लोग उसमें से खाते हैं, അര വയറ്, ताकि हमारा आधा पेट कम से कम भरे. ദാരിദ്ര്യം, गरीबी, പട്ടിണി, अकाल, പ്രൈസ് ഗോഡ്, അപമാനം, निंदा. 1986 വരെ ഞങ്ങൾ സഹിച്ചു. 1986 तक हमने ये सब सहा. 1987 മെയ് മാസം 1987 में मई के महीने में, ശ്രദ്ധിച്ച് കേൾക്കണം, आप लोग ध्यान से सुनिएगा, ഇവിടെ അടുത്തൊരു മീറ്റിംഗ് നടക്കുക. ഇവിടെ ഒരു ജോലി ചെയ്യാൻ ഒരു അച്ഛൻ വന്നു. यहाँ पर नौकरी करने के लिए एक व्यक्ति आए थे. മണിച്ചറിഞ്ഞിരുന്നു വരാവോ? എല്ലാവരും സ്വന്തം പറഞ്ഞോളൂ. ഞങ്ങൾ ഇന്ന് പ്രസംഗിച്ച് പോയിന്റ് പറയാൻ വന്നൊന്നുമല്ല. ഞങ്ങളുടെ അനുഭവം പറയാൻ വേണ്ടി വന്നത്. ഈ മണ്ണ് കേൾക്കണം, ഓൺലൈനിലുള്ളവർ കേൾക്കണം. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കുവാനായിട്ടിടയായിത്തീരും. आमीन. आपको परिवार को परमेश्वर आपको बचाएगा. Praise the Lord. ഈ വാത്സല്യ മണിച്ചാന്റെ പിതാവ് ഈ എലവന്തട്ട നല്ലാനിക്കുന്നിൽ ആദികാല സുവിശേഷകനായിരുന്നു. इस व्यक्ति के पिता यहाँ पर पहले सेवकाई निभाने के लिए आए थे. അദ്ദേഹത്തിന്റെ ചർച്ചിൽ വരുന്ന ഒരു കുടുംബം ഇതിനടുത്തുണ്ടായിരുന്നു. उनके कलीसिया में आने वाले एक परिवार यहाँ पर हमारे पड़ोस थे. അവരുടെ വീട്ടിൽ നടന്നൊരു പ്രാർത്ഥനയ്ക്ക് എന്റെ സിസ്റ്റർ വിളിക്കുവാനായിട്ടിടയായിട്ട്. उनके घर में एक प्रार्थना हुआ था और वहाँ पर मेरी बहन गई थी. Praise the Lord. हालेलुया. ഞങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. और हम उस प्रार्थना में गए. കർത്താർദാസൻ നിത്യത്തിൽ വിശ്രമിക്കുകയാണ്. अभी इनके पिता परमेश्वर के दास विश्राम कर रहे प्रभु में. ആ ബഹുമാന്യ ദൈവദാസന്റെ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി. वो आदरणीय
आदरणीय परमेश्वर के दास का सेवकाई हमारे परिवार के जीवन में बहुत आशीष का कारण था। സന്തോഷമുള്ളവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. जो लोग खुश है उसके लिए परमेश्वर को मैं धन्यवाद करता हूं। വണ്ടിയില്ലാത്ത കാലം, एक ऐसा जमाना जब गाड़ी नहीं था, സൈക്കിൾ ഇല്ലാത്ത കാലം, साइकिल जब नहीं था, ऐसा ഞങ്ങൾ जमाना ഇവിടുന്ന് നടന്ന് നല്ലാനിക്കുന്ന ആരാധനയ്ക്ക് പോകുമായിരുന്നു. हम चल चल के नल्लानी कुन्ने नामक जगह में गए थे। ഞങ്ങളുടെ കാലിന് അസുഖം ഉണ്ടായിട്ടില്ല. हमारे पैरों में कभी कोई जख्म ഞങ്ങൾ ഇവിടെ नहीं हुआ। തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുന്നത് ദൈവം ഞങ്ങളുടെ കാലുകൾക്ക് ബലം തന്നിട്ട്. आज हम यहाँ पर जो कूद कूद के आराधना कर रहे हैं उसका वजह है कि परमेश्वर का सामर्थ्य था। അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി 10-11 മണിയാകുമ്പോൾ ഞങ്ങൾ നടന്ന് ചൂറ്റുകെട്ട കെട്ടി ആ വെളിച്ചത്തിൽ ഇവിടെ വരുമായിരുന്നു. वहां पर 10:30 बजे 11 बजे प्रार्थना खत्म होने के बाद आग के मशाल लेकर वहां से चल के आते थे। ഇന്ന് രാത്രി തകർന്ന കുടുംബമേ, आज रात हे टूटा हुआ परिवार, ഇന്ന് രാത്രി തകർക്കപ്പെടുന്ന കുടുംബമേ, हे बिखरा हुआ परिवार, പരാജയപ്പെട്ട കുടുംബമേ, अब हारा हुआ परिवार, സമാധാനമില്ലാത്ത കുടുംബമേ, शांति से गुजरने वाले हे परिवार, ആവിചാരം ചെയ്തിട്ട് രക്ഷപ്പെടാത്ത കുടുംബമേ, जादू टोना के जकड़े में फंसे हुए हे परिवार, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പറയുകയാ, हम आज रात एक साथ ये आपको घोषणा कर रहे हैं, വിടുവിക്കുവാൻ ഒരു രക്ഷകനുണ്ട്. आपको बचाने के लिए एक उद्धार करता അവന്റെ है, പേര് യേശു എന്ന. उसका नाम यीशु मसीह है। ഓരിമന. Praise the Lord. അമ്മ മരണം ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നില്ല. हमारा घर में कोई मृत्यु नहीं हुआ था, ആത്മഹത്യ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നടന്നില്ല. हमारे घर में कोई खुदकुशी नहीं हुआ था, ഞങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടില്ല. हमारा कोई बच्चा खोया नहीं है, അമ്മ ഞങ്ങളുടെ തലമുറ ഇന്ന് ജീവിക്കുകയാണ്. हमारे बच्चे आज भी हमारे साथ जिंदा എല്ലാവരും है। കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. हम में से सभी लोग परमेश्वर को धन्यवाद करते हैं। അതൊരു സാക്ഷിയായി മണിച്ചാൻ, അതുകൊണ്ടാണ് മണിച്ചാനെ വിളിച്ചത്. और यही गवाही बोलने के लिए मैंने बुलाया था। Praise God. Hallelujah. സ്തോത്ര 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 സ്തോത്ര. സന്തോഷമുള്ളവർക്ക് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. जो लोग खुश है उसके लिए परमेश्वर को धन्यवाद പിന്നെ करता हूं। ഞങ്ങൾക്കിത് പറയാനുണ്ടെന്നേ. ये बात हमको कहना है। ചില പറയുന്നത് ഇതൊക്കെ ചുമ്മാതാന്നാ പറയുന്നത്. कुछ लोग कहते हैं कि ये तो यूं ही बता रहे हैं। നിങ്ങൾക്കറിയാമോ, എൻ്റെ ഈ അളിയൻ ഇന്നളിയഞ്ഞൊന്നേ, പ്രൈസ് ഗോഡ്, എൻ്റെ ബ്രദറിലോ, എൻ്റെ മൂത്ത സ്തോത്രം, ये मेरे ज्येष्ठ जीजू है। ആമേ. എൻ്റെ പ്രിയ ബ്രദറ് എൻ്റെ മോളെ കണ്ടിട്ടില്ല. എന്തിയെ ജൻസി, എന്തിയെ നിങ്ങൾ വിശ്വസിക്കത്തില്ല. आप लोग ये विश्वास नहीं करो कि मेरे बड़े जीजू എൻ്റെ ने, മോളെ കണ്ടിട്ടില്ല, ലൈവ് കണ്ടിട്ടില്ല. मेरे बड़े जीजू ने आज तक मेरी दूसरी एंड बेटी कुंजी को ने- कभी आमने सामने नहीं देखा था। എൻ്റെ കുഞ്ഞ് ഇത്രയും പ്രായമായി. मेरी दूसरी बेटी अभी इतनी बड़ी हो गई है। ഇന്ന് രാവിലെയാണ് എൻ്റെ അളിയൻ എൻ്റെ മോളെ കാണുന്നത്. आज सुबह मेरे जीजू ने मेरे बेटी को देखा। കർത്താവിന്റെ വേല നിമിത്തം प्रभु यीशु मसीह का सेवकाई की എൻ്റെ वजह മണ്ണ് से ഞാൻ മറന്നു. इस मिट्टी में मैं എൻ്റെ आके സഹോദരങ്ങളെ ഞാൻ മറന്നു. मैं अपने भाइयों को भूल के, എൻ്റെ ദേശത്തെ മറന്നു. अपने देश को भूल के ആൻഡമാനിൽ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. एंडमैन्स में मैंने प्रभु का सेवकाई निभाया। 21 വർഷത്തിനു ശേഷം 21 साल बाद ഞങ്ങൾ തമ്മിൽ കാണുകയാണ്. आज हम आमने सामने देख पा रहे കർത്താവിന് हैं। സ്തോത്രം ചെയ്യട്ടെ. हम परमेश्वर का धन्यवाद करने पाए। സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की स्तुति हो। അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. इस आशीष में पल के लिए परमेश्वर को मैं धन्यवाद करता हूँ। ഇത് യഹോവയാൽ സംഭവിച്ചു. ये यहोवा के द्वारा हुआ है നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരുന്നു. और हमारे दृष्टि में चमत्कार है। അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. जिन्होंने उसकी ओर अपने आंखें बढ़ाए, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. उनका मुंह कभी काला ना हुआ। ഈ എളിയവർ നിലവിളിച്ചു. और इन दीन जनों ने यहोवा से पुकारा യഹോവ കേട്ടവരെ വിടുവിച്ചു. और यहोवा ने सुन के उनको उत्तर दिया। അത് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. केवल आज रात हम वही दोहरा सकते हैं। സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ആവശ്യം. आप सभी का प्रार्थना में मांगता हूँ। Praise the Lord. ഞാൻ സമയം കൊടുത്ത് എല്ലാവർക്കും സാക്ഷ്യം പറയാറുണ്ട്. സ്തോത്രം. यहाँ पर यदि समय दिए तो हम सभी को गवाही देना है। ആമേൻ. എല്ലാവർക്കും സാക്ഷ്യം പറയാൻ സമയം കൊടുക്കാൻ പറ്റത്തില്ല, കാരണം സമയം ഇല്ലാത്തത് കൊണ്ട്. परंतु सभी को समय देने गवाही देने का समय नहीं दे पाऊंगा। സിസ്റ്റർക്ക് ഒന്ന് കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. मैं जरा बहन को देना चाहता हूँ। പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. प्रेज लॉर्ड। इस आशीष में दिन में आशीष में पल के लिए परमेश्वर को धन्यवाद करती हूँ। ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിലായിരിക്കുന്നത്. बेहद खुशी से मैं आज इस मंच में खड़ी हूँ।
കരഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം പറയുവാനായിട്ട് കഴിയുകയില്ല. यदि मैं रो गई तो मैं सब कुछ बोल नहीं पाऊंगी. എൻ്റെ ചെറിയ പ്രായം മുതൽ അറിയാവുന്ന മാതാക്കൾ, പ്രിയ പിതാക്കന്മാർ ഇവിടെയുണ്ട്. मेरे बचपन से लेके कई सारे माता पिताएं जो मुझे जानते हैं यहाँ पर आज मौजूद है. എൻ്റെ ആത്മീയ പിതാവിൻ്റെ മകനാണ് മണിച്ചായൻ. मेरे आत्मिक पिता के बेटे हैं प्रिय मणिचन. ഈ ഭവനം പണിയുന്ന സമയത്ത് ആ ദൈവദാസൻ ഈ വഴി ഈ ഭവനങ്ങൾ സന്ദർശിച്ച് കയറി വന്നപ്പോൾ ഈ ഭവനം കല്ലിടുവാനായിട്ട് തറ തോണ്ടുന്ന സമയം എൻ്റെ പിതാവ് വന്ന് നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു കാലമാണെങ്കിലും പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ച് കല്ലിട്ടാട്ടെ എന്ന് പറഞ്ഞു. एक ऐसा ज़माना जब मेरा घर बनाया जा रहा था और मेरे पिता शराबी थे, उस वक्त वो पासवान ज़रा यहाँ से गुजर रहे थे और उन्होंने ये कहा कि आप प्रार्थना के संग इसका निर्माण शुरू करिए. ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ പിതാവ് വന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് കയറുന്നത്. उस पिता ने प्रार्थना करने के पश्चात हम इस घर में प्रवेश किए थे. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ ഒരു മകളെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾ കുഞ്ഞുച്ചായൻ എന്നാണ് വിളിക്കുന്നത്, കർത്താവിൻ്റെ ദാസൻ, പ്രിയ ദൈവദാസൻ ശോശാമാമ ഇവിടെയുണ്ട്. मुझे बेटी करके पुकारने वाली मेरी आत्मिक माता परमेश्वर के दासी शोशामा आज यहाँ मौजूद है. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ നല്ല പ്രായത്തിൽ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും എനിക്കൊരു ആത്മീയ ക്ഷീണവും തോന്നുമ്പോൾ ഞാൻ പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. ഇന്ന് പ്രായാധിക്യത്തിൽ വളരെ ക്ഷീണമുണ്ടെങ്കിലും ഈ മീറ്റിങ്ങിന് സംബന്ധിക്കുന്നുണ്ട്. ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. मेरे आत्मिक कमजोरी के दौरान मैं जब वहाँ जाती हूँ, मुझे हियाव और बल देकर आज वो बूढ़ापे की अवस्था में भी यहाँ पर आई है हमारे साथ. ഈ സ്ഥലം സഭയിലെ കർത്താവിൻ്റെ ദാസനും കുടുംബവും ദൈവജനവും അതുപോലെ ഞാൻ ആരാധിക്കുന്ന എൻ്റെ സഭയിലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിനു ജോൺ, പ്രിയ പൈതൽ, അതുപോലെ എൻ്റെ മൂത്ത സഹോദരൻ സഹോദരി പൈതൽ ഇന്ന് രാത്രികാലം ഇവിടെയുണ്ട്. എൻ്റെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. खास रूप से इस स्थान के स्थानीय कलिसिया के पासवान और मैं जिस कलिसिया में अब आराधना करती हूँ वहाँ के पासवान पास्टर शिनी और वहाँ के मेरे कई सारे भाई लोग आज यहाँ पर मौजूद है. എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ പഠന സമയത്താണ് ഏറ്റവും അതികഠിനമായ ഒരു 8 വർഷം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. मेरे 10वीं के कक्षा के समय कई बार बहुत सारी तकलीफ मेरे घर में आए थे. എന്നാൽ എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ആ ഒരു ജൂൺ ജൂലൈ ആ മാസങ്ങളിൽ അതികഠിനമായ പ്രതികൂലമായിരുന്നു ഈ ഭവനത്തിൻ്റെ ഉള്ളിൽ. परंतु मेरे 10वीं कक्षा के जून जुलाई महीने में बहुत ज़्यादा दिक्कत मेरे घर में हुआ था. എന്നാൽ എൻ്റെ പിതാവ് ഒരു ദിവസം മദ്യപിച്ച് വന്ന ആ ഒരു ദിവസം നടന്നതായ ഭവനത്തിൻ്റെ സങ്കീർണമായ അവസ്ഥയിൽ അന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. परंतु उस एक दिन मेरी पिताजी शराब पीकर मेरे घर में जब आए थे और बहुत तकलीफ और बहुत परेशानी बनाए थे और उस वक्त पहली बार मैंने मृत्यु के बारे में सोचा था. ആ ചിന്ത എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ചലനങ്ങളിലും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരുന്നു ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. और वो सोच बार बार मेरे कामकाज के दौरान मुझे तकलीफ दे रही थी कि जीने से अच्छा तो मरना है करके. അങ്ങനെ പല വഴികളും ഞാൻ ആഗ്രഹിച്ചു. സ്കൂളും കോളേജും പള്ളിയും അറിയാം, ബാക്കിയൊന്നും അറിയാത്തത് കൊണ്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ പിശാച് എല്ലായ്പ്പോഴും മന്ത്രിച്ചു കൊണ്ടിരുന്നു, ജീവിക്കുന്നതിന് ഇനി ഒരർത്ഥവുമില്ല, മരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. मैं यहाँ पर आसपास के स्कूल कॉलेजेस और मेरे चर्चेस में जाती थी, परंतु उस जाने के दौरान भी शैतान मेरे मन में बात करता था कि तू जीने से अच्छा तो तेरा मरना है करके. അങ്ങനെ ഒരു ദിവസം എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം എൻ്റെ റിസൾട്ട് അറിയണം, എനിക്ക് ഈ ഭവനത്തിൽ നിന്ന് വിടണം. 2 രൂപ 60 പൈസ എൻ്റെ കയ്യിൽ വെച്ച് ഞാനിങ്ങനെ ഈ തൊട്ടടുത്ത് ആ കാറ് കിടക്കുന്നതിൻ്റെ ബാക്കിലായിട്ടൊരു മാവുണ്ട്. ആ മാവിൻ്റെ ചുവട്ടിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പുല്ല് പറിക്കുന്നതായിട്ട് തോന്നും. ദൈവത്തിന് സ്തോത്രം, മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഫുൾ സ്റ്റോപ്പും ഇട്ട് ഞാൻ അവിടെ എൻ്റെ റിസൾട്ട് ഒന്ന് കാത്തിരുന്നിട്ട് വൈകുന്നേരം ഇതുവഴി പോകുന്ന അറിയാം മുടവനാൽ എന്ന് പറയുന്നൊരു ബസ്സുണ്ട്, ആ ബസ്സിന് ചെങ്ങന്നൂരേക്ക് പോകണമെന്ന് പറഞ്ഞ് തീരുമാനിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒരു ദിവസം. परंतु मेरे 10वीं कक्षा के रिजल्ट के दिन यहाँ पर कार के पीछे जो जगह था वहाँ पर घास काटने की तरह मैं नाटक कर रही थी. और जब मुझे पता चला कि यहाँ पर मेरा रिजल्ट हो जाएगा, मेरे पास 2 रुपये 60 पैसे थे. यहाँ पर बस पकड़कर नज़दीक के चंगनूर के रेलवे स्टेशन में जाकर वहाँ पर ट्रैक में अपना सर रखने का योजनाएं मैंने बना ली थी. എന്നാൽ ആ നിമിഷം കർത്താവ് എൻ്റെ അടുക്കൽ വന്നു. परंतु उस क्षण प्रभु मेरे पास आया എന്നോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. और मुझसे 3 सवाल पूछे. നീ മരിച്ചാൽ നിന്റെ പിതാവിന്റെ മദ്യപാനം മാറുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? क्या तुम्हें ऐसा लगता है कि तेरे मरने की वजह से तेरे पाप का शराबी बंद हो जाएगा? നീ മരിച്ചാൽ നിന്റെ മരണം കൊണ്ട് നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമോ നീ ചിന്തിക്കുന്നുണ്ടോ? क्या तुम ऐसा सोचते हो कि तेरे मरने की वजह से तेरे परिवार को उद्धार मिल सकता है करके? നീ മരിച്ചാൽ നിന്റെ പ്രായത്തെക്കുറിച്ച് ലോകം എന്ത് പറയുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? क्या तुम्हें कोई सोच विचार है कि तेरे मरने की वजह से तेरे उम्र के बारे में लोग क्या कहेंगे करके? ഈ 3 ചോദ്യങ്ങളും ഒരു സ്ക്രീനിൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ये 3
सवाल है मेरे सामने एक स्क्रीन में आने के समान आया। മൂന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ നടുങ്ങിപ്പോയി. तीसरा सवाल में मैं बहुत डर गई അതേ സമയം തന്നെ എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ ആളിവിടെ വന്നു. और उसी समय मुझे पता चला कि मेरा रिजल्ट आया और मैं पास हो गई। മറ്റാരുമല്ല, ശാരദാമ്മച്ചിയുടെ മകൻ സന്തോഷ്. कोई और नहीं, शारदा अम्मची की बेटा संतोष। എന്നാൽ റിസൾട്ട് വന്ന് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നതും അത്രയും നാൾ ഞാൻ കാത്തു സൂക്ഷിച്ച എൻ്റെ സങ്കടം എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവാത്മാവ് ഇടപെട്ടതുകൊണ്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഒരുപാട് കരഞ്ഞു. परंतु रिजल्ट के आने के खुशी के बावजूद भी मुझे नहीं पता मुझे क्या हो रहा था, परंतु मैं बहुत रोने लगी थी। എങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ പിശാച് എൻ്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു, ജീവിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല, മരിക്കണം. परंतु बार बार अवसर मिलने के समय शैतान मेरे पास आके यही बोलता है कि जीना से अच्छा तो मरना है करके। എന്നാൽ എൻ്റെ പ്രീ ഡിഗ്രി ഞാൻ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ ചെല്ലുമ്പോൾ എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പിന് അഡ്മിഷൻ അവിടെ ഇന്റർവ്യൂവിന് വിളിച്ചെങ്കിലും ഫസ്റ്റ് ഗ്രൂപ്പാണ് ലഭിച്ചത്. यहाँ पर मेरा 11th-12th करने के लिए जब मैं गई थी, सेकंड ग्रुप के लिए मैं गई थी, परंतु वहाँ मुझे फर्स्ट ग्रुप में एडमिशन मिला। അവിടെ പെന്തക്കോസ്തുകാരായ 4 സഹോദരിമാർ പഠിക്കുന്നുണ്ടായിരുന്നു. वहाँ पर पेंतकोस्त विभाग के 4 बहन लोग वहाँ पढ़ते थे। നെടുമൺകാവുകാരിയായ ലിസി എന്ന് പറയുന്ന സഹോദരി എല്ലാ ദിവസവും കോളേജിൽ വന്ന് സുവിശേഷം പറയും. वहाँ पर लिसी नामक एक बहन थी जो हर दिन उस कॉलेज में आके सुसमाचार सुनाती थी। ഒരു ദിവസം ഞാനും പോയി ആ സുവിശേഷം കേട്ടു. एक दिन मैं भी जाके वो सुसमाचार सुना। അന്ന് വളരെ ഞങ്ങൾ തർക്കിച്ചു പിരിഞ്ഞു, ഇനി കോളേജിൽ പഠിച്ച് തീരുന്ന സമയം വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. उस दिन हमने बहुत बहस किया और हमने बोला कि अब कॉलेज खत्म होने तक हम बात नहीं करेंगे। എന്നാൽ അന്നത്തെ തർക്കം അവളുടെ സഭയിലും കർത്തൃദാസന്മാരോടും പറഞ്ഞത് നിമിത്തം ആ സഭ വളരെയധികമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. परंतु उस दिन मेरे बहस के बारे में उस बहन ने उसके कलीसिया और पासवान को बताया और वे लोग हमारे लिए प्रार्थना करते थे। ആ ഒരു സമയത്താണ് ഈ ഭവനത്തിൽ പണി നടക്കുന്നതും ഇവിടെ ജോലിക്ക് വന്നതായ ജോണച്ച എന്ന് പറയുന്ന വ്യക്തി ആ ഭവനത്തിലേക്ക് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നത്. और ये वही समय था जब मेरे घर का निर्माण चल रहा था और परमेश्वर के दास जोनाचन यहाँ से गुजर रहे थे। ഈ കഷ്ടതയുടെ 8 വർഷവും എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഒരു ആവശ്യമായി നിന്നതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. मुझे याद नहीं है कि इन 8 सालों के संघर्ष के दौरान मेरा पिता में ऐसा कोई जरूरत था करके। വളരെ സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന, ഞങ്ങളെ വളരെ ശിക്ഷണത്തോടെ വളർത്തുന്ന ഒരു നല്ല പിതാവിന്റെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ എല്ലാവരും. हम सभी लोग एक ऐसे पिता के बच्चे हैं जो हमसे बहुत प्रेम करते हैं, हमें अनुशासन दिलाते हैं और हमारा ख्याल रखते हैं। എന്നാൽ 8 വർഷവും ബാലൻസ് തെറ്റിയ ഒരു ഭവനമായതുകൊണ്ട് എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഒരിക്കൽ പോലും ചെന്നൊരു ആവശ്യം പറയുവാൻ ഞാൻ നിന്നിട്ടില്ല. परंतु 8 साल के संघर्ष के दौरान संतुलन खोया हुआ मेरे पिता के पास मैं कोई जरूरत लेके नहीं जाती थी। എന്നാൽ ജോലിക്ക് വന്ന അച്ചായന്റെ ആഗ്രഹ നിമിത്തം എൻ്റെ പിതാവിനോട് ഞാൻ എന്ത് ധൈര്യത്തിനാണെന്ന് അറിയത്തില്ല, അച്ഛാ നമുക്കിന്ന് വൈകുന്നേരം ആ പ്രേയറിന് പോകണമെന്ന് പറഞ്ഞു. परंतु वो पासवान के आने की वजह से मुझे नहीं पता, मैंने अपने पिताजी से कहा कि मेरे पिता आज रात हम उस संगति के लिए जाते हैं। 6 മണിയായപ്പോൾ എൻ്റെ പിതാവ് എല്ലാവരോടും പറഞ്ഞു, കുളിച്ചെല്ലാവരും ഇന്ന് വൈകിട്ട് മീറ്റിങ്ങിന് പോകണം. 6 बजे होते ही मेरे पिता ने सबको बोला कि आइए हम सब लोग नहा धोकर उस प्रार्थना के लिए जाएंगे। അന്ന് ഞങ്ങൾ വലിയൊരു റാലിയായിട്ട് ഈ ഭവനത്തിൽ നിന്ന് എല്ലാവരും, എൻ്റെ മൂത്ത സഹോദരൻ, കുടുംബം, ഞങ്ങൾ എല്ലാവരും ആ മീറ്റിങ്ങിന് കടന്നുപോയി. और उस वक्त हम सभी लोग बहुत लंबे हम सभी लोग उस संगति में हम जाने पाए थे। അടുത്ത സൺഡേ മുതൽ എൻ്റെ മാതാവും എൻ്റെ 2 ഇളയ സഹോദരന്മാരും ആ മീറ്റിംഗിൽ ആ ഭവനത്തിൽ കടന്നുപോയി. उसके बाद अगले हफ्ते मेरी माता और मेरे दोनों छोटे भाई उस संगति में आए थे। ആരാധനയ്ക്ക് കടന്നുപോയിട്ട് തേൻ കൂട്ടിയ ദോശ തിന്ന പ്രതീതിയിൽ എന്നോട് വന്ന് അതിന്റെ മധുരിമ പറയും. आराधना में आने के पश्चात कुछ मीठे खाने के पश्चात जो आनंद होता है उसके समान वो हमसे बात करने लगे। പക്ഷെ ഞാൻ എൻ്റെ മൂത്ത സഹോദരനോട് പറഞ്ഞു, ഞാൻ പെന്തക്കോസ്തിലേക്ക് മീറ്റിങ്ങിന് പോയത് നമുക്ക് പോകുവാനല്ല, അച്ഛൻ്റെ മദ്യപാനം മാറട്ടെ എന്നോർത്ത് പോയത്, അതുകൊണ്ട് എന്ത് വന്നാലും നമുക്ക് അങ്ങോട്ട് പോകരുത്. परंतु मैंने अपने दूसरे भाई से ये कहा कि मैं पेंतकोस में इसलिए नहीं गई थी ताकि मैं वहां जाऊं, परंतु मैं इसलिए गई थी ताकि मेरे पिताजी का शराबीपन बंद हो जाए। എന്നാൽ 4ാമത്തെ ആഴ്ച വീണ്ടും ഈ മണ്ണിൽ എന്നോട് സംസാരിച്ചതുപോലെ എൻ്റെ കർത്താവ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ ആരാധിക്കാൻ നിന്റെ മാതാവിനോടൊപ്പം പോ. परंतु 4 हफ्ते बाद जिस प्रकार यहाँ पर परमेश्वर के आत्मा ने मुझसे बात की थी, वैसे ही मुझे वाणी आया कि अपने माता के संग मैं प्रार्थना में जाऊं। 7:30 ഒരുങ്ങി നിന്ന എൻ്റെ ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കുവാൻ കഴിയാതെ പള്ളിയിൽ പാൻ ഒരുങ്ങിയ നിൽപ്പ് ഞാൻ അതേ ഒരു അരപ്രൈസ് കതവിൻ്റെ അവിടെ ഞാൻ അങ്ങനെ നിന്നു. 7:30 बजे यहाँ के नजदीकी कलिसिया में जाने के लिए जब मैं रेडी हुई थी तब मैं जा नहीं पा रही थी अपने घर से निकलने। 10 മണിയായപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോടൊപ്പം ഒരുങ്ങി ചർച്ചിൽ പോയി. 10 बजे मैं रेडी होके मैं यहाँ का नजदीकी जो कलिसिया में गया। ഞങ്ങളുടെ പള്ളിക്കാരൊക്കെ വരുന്നത് കൊണ്ട് ബൈറൂട്ടിട്ട്
2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോകേണ്ടയിടത്ത് ഞങ്ങൾ 6 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ എല്ലാവരും ആ ചർച്ചിലേക്ക് പോകുന്നത്. क्योंकि मेरे दूसरे कलीसिया के लोग मुझे देखेंगे, इसलिए लगभग 3-4 किलोमीटर के गैप को कवर करने के लिए 6 किलोमीटर चल के मैं वापस आई थी. ആദ്യത്തെ ഞായറാഴ്ച പോയി എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എങ്കിലും എന്തോ ഒരു അട്രാക്ഷൻ, എന്തോന്നറിയത്തില്ല, ചെറിയൊരു ഭവനം, ചെറിയൊരു റൂം, കുറച്ച് മാത്രം ആൾക്കാർ, പക്ഷെങ്കിൽ എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. पहले हफ्ते जब मैं गई थी मुझे कुछ ऐसा एक्साइटमेंट नहीं हुआ था, परंतु जब मैं वहां गई थी मुझे बहुत ज्यादा अट्रैक्ट किया था और मन में बहुत शांति महसूस हो रही थी. അടുത്ത സൺഡേയിലും എനിക്ക് അവിടേക്ക് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. अगला हफ्ता भी मुझे वहीं जाने का बहुत मन किया था. എൻ്റെ മാതാവിനോടൊപ്പം എല്ലാ ജോലി കാര്യങ്ങളും വേഗത്തിൽ തീർത്തിട്ട് ഞങ്ങൾ എല്ലാവരും ആരാധനയ്ക്കായി കടന്നുപോയി. मेरे माता के संग सभी काम को फटाफट करके मैं पूरी परिवार के संग प्रार्थना में गई थी. സങ്കീർത്തനവും സ്തോത്രകാഴ്ചയെല്ലാം കഴിഞ്ഞ് കർത്താവിന്റെ ദാസൻ ദൈവവചനം പറയുവാൻ വീണ്ടും എഴുന്നേറ്റു. जब परमेश्वर के दास वचन बोलने के लिए खड़े होते हैं, എന്ത് പ്രശ്നമുണ്ടെങ്കിലും മനുഷ്യ മുമ്പിൽ കരയുവാൻ ലജ്ജ തോന്നുന്ന എനിക്ക് ആ ദൈവദാസൻ എടുത്ത മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന്, ആകയാൽ നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കുമെന്നുള്ള വചനം തൊട്ടിങ്ങോട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ആ റൂം മറന്നു, ഇരിക്കുന്ന ജനം മറന്നു, എൻ്റെ കണ്ണ് നിറയുവാൻ തുടങ്ങി, കണ്ണുനീര് വരുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. किसी भी मनुष्य के सामने अपने आंसू बहाने में जब मेरा मन नहीं करता, उस दिन उस परमेश्वर के वचन के आधार जो मत्ती रचित सुसमाचार 6वां अध्याय में तुम क्या खाओगे क्या पियोगे इसलिए व्याकुल ना हो, उन भाग में विचार करते समय मैं फूट फूट के रोने लगी थी. അവിടെ ഇരിക്കുന്ന ആരെയും ഞാൻ കാണുന്നില്ല. ഞാനും എൻ്റെ കർത്താവും വിജനമായ എന്തോ ഒരു സ്ഥലത്ത് കർത്താവ് എന്നോട് ഓർമ്മ വെച്ച കാലം തൊട്ട് സംസാരിക്കുകയാണ്. मैं भूल गई कि वहां बहुत सारे लोग थे और ऐसा लग रहा था कि प्रभु और मैं अकेली हूं और बहुत सारी बातें हम कर रहे हैं. സങ്കടം കൊണ്ട് എനിക്ക് ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് എൻ്റെ കണ്ണുനീര് നിയന്ത്രിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആ തറയിൽ കമന്നു കിടന്നു. क्योंकि मैं अपना दुख संभाल नहीं पा रही थी, मैं उस जगह में मैं लेट के रोने लगी थी. എനിക്ക് ഒറ്റ ചോദ്യം മാത്രമേ ദൈവത്തോട് ചോദിക്കുവാനുള്ളായിരുന്നു. കർത്താവേ, നീ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നോ, ഇത്രമാത്രം എന്നെ അറിഞ്ഞിരുന്നോ? उस वक्त मैंने केवल उनसे एक ही सवाल बार बार दोहराया कि प्रभु तूने मुझसे इतनी मोहब्बत की थी क्या? ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്നേഹം ഇത് ഹല്ലേലൂയ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. मैंने परमेश्वर का धन्यवाद किया कि आज तक मैंने कभी भी इतनी बड़ी मोहब्बत नहीं देखी थी करके. കാരണം ഈ 8 വർഷത്തെ സങ്കീർണമായ അനുഭവത്തിൽ എന്ന് കർത്താവിന്റെ ദാസനും അന്ന് മനസ്സിലായിരിക്കുന്ന സഹോദരനും കുഞ്ഞുങ്ങളാണ്. क्योंकि इस 8 साल के मेरे संघर्ष के दौरान अभी परमेश्वर के दास जॉनसन और जो एंडमैच में परमेश्वर के दास है वे लोग छोटे थे. എൻ്റെ മൂത്ത സഹോദരൻ അവർ കുടുംബമായിട്ട് അവർക്ക് പണിത വീട്ടിൽ അവർ പാർക്കുന്നു. എല്ലാ വിഷയങ്ങളും അവരെ നേരിടുന്നുണ്ട്. മൂത്ത സഹോദരി അന്ന് നസ്രത്ത് ആശ്രമം ഓദറയിൽ വർക്ക് ചെയ്യുകയാണ്. उस समय परमेश्वर के जो मेरा दूसरा भाई जो था वो अपने परिवार के संग यहीं पर था और मेरी बड़ी बहन यहाँ पर नज़दीक में एक जॉब कर रही थी. ഈ കലുഷിതമായ അന്തരീക്ഷം 8 വർഷം ഏറ്റവും കൂടുതൽ കണ്ട് നിശബ്ദമായി കരഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. इस 8 साल में चुप होके संघर्ष के दौरान आंसू बहाए हुए एक व्यक्ति हूँ मैं. പല രാത്രികളിലും എൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. മക്കളെ, ഞാൻ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാകത്തില്ല, ആൺകുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കും. कई बार मेरी माता मुझे कसकर पकड़ के मुझे बोलती थी कि यदि मैं कुछ खुदकुशी कर लूं तो मेरी दोनों बेटियां का क्या होगा मुझे नहीं पता, मेरे दोनों बेटे कुछ ना कुछ करके जिंदगी बिता लेंगे. ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. पर मैं ये सब कुछ सह रही हूं ताकि तुम्हारा एक अच्छा भविष्य हो. എത്ര പ്രശ്നം വന്നാലും ഞങ്ങളെ വിട്ട് ഒരു രാത്രി പോലും ഒരു പകൽ പോലും ഞങ്ങൾ അമ്മയെ വിട്ടു പോയിട്ടില്ല. चाहे हमारे जिंदगी में कितना भी क्लेश हो, एक रात भी हम अपने माता को छोड़ के कहीं नहीं गए थे. എൻ്റെ പിതാവ് എത്ര ഉപദ്രവിച്ചാലും പിതാവിനെ കുറിച്ച് ദോഷമായി പറയില്ല. അച്ഛൻ്റെ സ്വയമല്ല ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കും. मेरे पिता से कई बार मारपीट खाने के बाद वो हमको यही कहती है कि वो बुरे व्यक्ति नहीं है, बस उनके हालात बहुत अजीब जा रहे हैं. ദൈവത്തിന് സ്തോത്രം. परमेश्वर के എന്നാൽ ആ नाम കർത്താവിന്റെ ദാസൻ സംസാരിച്ച് വീണ്ടും റോമാലേഖനത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. और वो परमेश्वर के दास प्रचार करते समय जब रोमियो की पत्री में आए थे, കുശവനോട് ഒരിക്കലും കളിമണ്ണ് നീ എന്നെ ഇങ്ങനെ എന്തിനു ചമച്ചു എന്ന് ചോദിക്കാറില്ല. कभी भी कोई कुम्हार से मिट्टी नहीं पूछता कि तुमने मुझे इस आकार में क्यों बनाया था. എൻ്റെ എല്ലാ നിമിഷങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവത്തോട്, ദൈവമേ നീ എന്നെ എന്തിനാ ജനിപ്പിച്ചത്? कई बार मैं अलग अलग तरीके से मेरे प्रभु से पूछती हूँ कि प्रभु तुमने मुझे जन्म ही क्यों कराया था. എന്നാൽ ആ കർത്താവിന്റെ ദാസൻ ഇതുപോലൊരു പ്രവചനം വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. परंतु मैं नहीं जानती कि वो परमेश्वर के दास ने ऐसा कभी किसी को और को कहा है क्या. ആ പിതാവ് വിളിച്ചു പറഞ്ഞു, ട്രെയിനിന്റെ ഹുങ്കാര ശബ്ദത്തിൽ നിന്റെ ജീവനെ ഒടുക്കി കളയുവാൻ നീ എത്ര വട്ടം ആഗ്രഹിച്ചു,
ഞാനാ നിന്നെ ജീവിപ്പിച്ചത്. उन्होंने ऐसा कहा कि ट्रेन के तेजी गति के सामने तुम कितनी बार अपना सर रखने का सोचा, परंतु मैंने तुम्हें वहां से रोका ആ था. ശബ്ദത്തിന്റെ മുമ്പിൽ ഞാൻ ഭയപ്പെട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു അമ്പ് എയ്ത് കയറുന്നത് പോലെ ഞാൻ ഭയപ്പെട്ടു പോയി. और उस आवाज के सामने मैं बहुत डर गई, और जिस प्रकार एक तीर दिल को छेद देता है, वैसे वचन ने मुझे छेद दिया था. ലോകത്തിൽ ഒരൊറ്റ വ്യക്തിക്ക് പോലും അറിയാത്ത, ഞാനും ദൈവമായി മാത്രം അറിയുന്ന ഒരു രഹസ്യമെന്ന് പബ്ലിക്കിൽ പറഞ്ഞപ്പോൾ, संसार में कोई और व्यक्ति नहीं जानता था, परंतु केवल मैं और परमेश्वर ऐसी बात को जब पूरे जगह में सबको बता दिया था, तब ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ജീവിക്കുന്നെങ്കിൽ ഇനി എൻ്റെ കർത്താവിന് വേണ്ടി, तब मैंने प्रभु से कहा कि यदि मैं जीवित रहूंगी तो केवल प्रभु के लिए, മരിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടി, यदि मैं मरूंगी तो केवल प्रभु के लिए. തിരികെ ഞാൻ വന്നത് ഞാനും എൻ്റെ കർത്താവും കൂടെയാണ്. और वापस जब मैं उस संगति से आई थी तो मैं और मेरी പ്രാർത്ഥിക്കുവാനൊന്നും प्रभु थे. അറിയത്തില്ലെങ്കിലും രാത്രി മുഴുവനും മാസങ്ങൾ ഒറ്റ പ്രാർത്ഥന, ദൈവസ്നേഹത്തിന്റെ ആഴത്തെ ഓർത്ത് കരയുമായിരുന്നു. मुझे ज्यादा प्रार्थना करने के लिए नहीं आता, परंतु परमेश्वर का बेइंतहा मोहब्बत का गहरी स्थान जानने के लिए मैं प्रार्थना करती थी. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ അന്ധതമസ് ഒരു ഭവനത്തിൽ ഒരു വ്യക്തിയിൽ വസിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ സ്ഥിതിയെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും കേട്ടുവെങ്കിൽ ആ ഇരുട്ടിന്റെ അഗാധത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വ്യക്തമാക്കി തന്നു. कल रात जैसे हमने सुना, परमेश्वर के अंधकार के सभी हाकिमों के अधीन होने में जो क्लेश वो भोगते हैं, वैसे ही मुझे अंधकार के सामर्थ्य के बारे में जानना पड़ा. പ്രാർത്ഥിക്കുവാൻ തുടങ്ങി 6ാമത്തെ മാസം എൻ്റെ പിതാവ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. जब मेरे प्रार्थना करने के दौरान 6वें महीने मेरे पिताजी परमेश्वर के सम्मुख में आए. മലമറ്റത്തുനിന്ന് കർത്താവിന്റെ ദാസൻ റോയ്ച്ചാൻ ഇവിടെ ഉണ്ട്. ഏറിയ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എന്നെ കണ്ടതാണ്, ഞാനും വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. परमेश्वर के दास रोयचान हमारे संग है. मैं उनको मेरे बचपन में मैं उनसे मिली थी. എൻ്റെ മാതാവിന്റെ ആത്മീയ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയ ഒരു അമ്മച്ചിയായിരുന്നു അവിടുത്തെ മാതാവ്. वहाँ की माता मेरी माता को आत्मिक तौर से बल दिए हुए एक व्यक्ति थी. കുഞ്ഞുമോള മാമ, उनका नाम था कुंजमोला मामा. അവരിൽ നിന്ന് ലഭിച്ചതായ ആത്മീയ പാഠങ്ങൾ എൻ്റെ അമ്മയെ പ്രാർത്ഥിക്കുവാനായിട്ട് ഉത്സാഹിപ്പിച്ചു. उनसे सीखा हुआ सभी आत्मिक सीख के द्वारा मेरी माता प्रार्थना करने सीखी थी. അമ്മയുടെ കണ്ണുനീരും എൻ്റെ മൂത്ത ജ്യേഷ്ഠതയുടെ കണ്ണുനീരും എൻ്റെ സഹോദരൻ ഞങ്ങൾക്ക് പിതാവാണ്. मेरे माता पिता के लिए, मेरे बड़े भाई और मेरी बहन के लिए वो बहुत स्वांतना थी, जिसने हमें आत्मिक सीख सिखाई. 8 വർഷത്തെ ഒരു പരാജയം, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ഒരു പിതൃതുല്യം ഞങ്ങളെ വളർത്തിയ എൻ്റെ മൂത്ത സഹോദരൻ, मेरे बड़े भाई जो एक पिता के स्थान रहकर इस 8 साल के संघर्ष के दौरान हमारे हार में हार ना सौंपे, इसलिए वो हमारे संग हमेशा थे. ഞങ്ങളുടെ ഈ കഷ്ടതയുടെ 8 വർഷത്തെ ഏറ്റവും കലുഷിതമായ അന്തരീക്ഷത്തിൽ ഞങ്ങളെ കുടുംബത്തിലേക്ക് വന്നതാണ് എൻ്റെ മൂത്ത സഹോദരന്റെ ഭാര്യ. मेरी 8 साल के संघर्ष के दौरान मेरे बड़ी भाई की पत्नी उस समय मेरे परिवार में आई थी. ഞങ്ങളോടൊപ്പം ഒത്തിരി കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട്. और मेरे संग कई सारे संघर्ष को उन्होंने सामना किया है. എന്നാൽ കർത്താവ് ഓരോരുത്തരെയും വേർതിരിക്കുവാൻ തുടങ്ങി. परंतु परमेश्वर एक एक करके सबको अलग करने लगे. കുടുംബം മുഴുവനും ദൈവം വേർതിരിച്ചു. पूरे परिवार को परमेश्वर ने अलग किया. പിന്നീടുള്ള എൻ്റെ കോളേജ് ജീവിതം എല്ലാ ദിവസവും സുവിശേഷം പറയണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് കോളേജിൽ പോകുന്നത്. उसके बाद मेरे पूरे कॉलेज की जिंदगी में मुझे सुसमाचार सुनाने के लिए तत्पर था. +2 കഴിഞ്ഞു എന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചെങ്കിലും ഞാൻ കർത്താവിനോട് പറഞ്ഞതുമായ ഒറ്റ കാര്യം തീരുമാനിച്ചു, ഈ ഭവനത്തിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. 12वीं कक्षा के बाद मेरे माता पिता का इच्छा था कि एक अव्वल भविष्य मेरे जीवन में देख नहीं पाए, परंतु प्रभु की इच्छा और मेरी इच्छा के अनुसार मैं सेवकाई के लिए निकली. സുവിശേഷത്തിന്റെ ദർശനമൊന്നും ലഭിക്കാത്തതുകൊണ്ട് ഒത്തിരി പ്രതികൂലങ്ങൾ ആ കാലങ്ങളിൽ സഹിച്ചു. क्योंकि मेरे को सुसमाचार के बारे में उतना दर्शन नहीं था, इसलिए कई सारे समस्या मुझे सामना करना पड़ा. അവസാനം എൻ്റെ പിതാവ് ചോദിച്ചു, എന്താ തീരുമാനത്തിൽ ഉറച്ചിട്ടുണ്ടോ? कई बार मेरे पिता ने मुझसे पूछा कि अब तुम्हारा निर्णय क्या है, क्या तुम उसमें ठोस हो क्या? മറ്റൊരു തീരുമാനമില്ല, അത് തന്നെ എൻ്റെ തീരുമാനം. मैं कहती थी कि और कोई निर्णय नहीं है, केवल वही है मेरा निर्णय. തീരുമാനം നല്ലതാ, വയ്യാന്ന് പറഞ്ഞ് ഒരിക്കലും ഈ ഭവനത്തിലേക്ക് കയറി വരരുത്. इस निर्णय यही है कि मैं थक गई हूं, अब नहीं होगा करके मैं वापस घर कभी ना आऊं. ആരെന്നെ സഹായിക്കും, ആരെന്നെ സംരക്ഷിക്കും, ആരെന്നെ പഠിപ്പിക്കും, ആരെനിക്ക് നന്മകൾ തരുമെന്ന് അറിയാതെ ഈ ബൈബിളും കുറച്ച് സാരിയും ബ്ലൗസുമായിട്ട് ഈ ഭവനത്തിന്റെ അതിരിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പഠിക്കുവാൻ 3 വർഷം പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ, ഞാൻ പഠിക്കുവാൻ തുടങ്ങിയ അല്ലെങ്കിൽ ആ കോളേജിൽ ചെന്ന അതേ ദിവസം എന്നെ എൻ്റെ പിതാവ് കൊണ്ടാക്കുവാൻ വരുമ്പോൾ, ആ സ്റ്റെപ്പിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് എന്നോട് ചോദിച്ചു, വീടിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ വരുമായിരുന്നുവോ? मेरा क्या सहायता करेगा, कौन मेरा सहायता करेगा, मेरा क्या होगा, सोच विचार के संग
कुछ कपड़े, मेरा बाइबल लेके जब मैं यहाँ से निकली और पाईपाड़ के न्यू इंडिया बाइबल कॉलेज में पढ़ी और मेरे पिता मुझे छोड़ने के लिए आए तो मुझसे ये पूछा कि यदि तुम्हें थोड़ा सा भी सोच होता कि हमारा घर का क्या होगा तब तुम क्या ये कदम उठाती। ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് 3 വർഷവും ഞങ്ങളുടെ പ്രെയർ ഹോളിന്റെ ഒരു മൂലയിൽ കർത്താവെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഈ ഭവനത്തിൽ ഒരു കുറവ് വരാതെ വണ്ണം അത് നികത്തുവാൻ കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. क्योंकि मैं उस सवाल का उत्तर नहीं दे पाई, इसलिए 3 साल तक अपने बाइबल स्कूल के प्रेयर हॉल में मैं यही प्रार्थना करती थी कि मेरे यहाँ आने की वजह से मेरे घर में किसी चीज में कमी ना हो। അബ്രഹാം അനുസരിച്ചു. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനെ കൊടുക്കുവാൻ അവൻ മനസ്സ് ഒരിക്കലും ഒരു വിസമ്മതം പറയാതെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ആ സന്തതിയെ ദൈവമായ കർത്താവ് അനുഗ്രഹമായി അനുഗ്രഹിച്ചു. प्रभु परमेश्वर ने अब्राहम की आज्ञा मानने के जरिए जब वो अपने वायदा के देश में आया उसके संतान को परमेश्वर ने आशीष दी. അങ്ങനെ കർത്താവിന്റെ വാക്ക് അനുസരിച്ച് ഇറങ്ങിയത് കൊണ്ട് 3 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കാണുന്നതൊക്കെയാണ് ഈ കാണുന്നതും ഈ കാണുന്നതെല്ലാം. और जब मैं 3 साल मेरे पढ़ाई के पश्चात जब मैं वापस आई तभी मेरे परिवार इतना हुआ. എനിക്കറിയാം കർത്താവിന്റെ ദാസന്റെ മെസ്സേജ് കേൾക്കുവാൻ നിങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. मैं जानती हूँ कि आप सब लोग परमेश्वर के दास के संदेश सुनने के लिए तैयार आए हैं. ഞങ്ങളെ 5 പേരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു. हम 5 लोगों को परमेश्वर ने ढेर सारे आशीष दिए. ഒത്തിരി സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. हमें कई सारे गवाही बोलनी है. എനിക്ക് അവസരം ലഭിക്കുമ്പോഴൊക്കെ ഞാൻ അതൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ പറയും. എനിക്ക് ലജ്ജയില്ല. परंतु जब भी मुझे अवसर मिलता है मैं प्रभु के सम्मुख में कहती हूँ, मुझे इसमें शर्म नहीं है. കാരണം ദാവീദ് ആട്ടിടയനായിരുന്നതും രാജാവായിരുന്നതും ഈ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. क्योंकि परमेश्वर के वचन में लिखा है कि दाऊद पहले चरवाहा था फिर वो राजा बना. ആമോസ് കാട്ടത്തിപ്പഴം പറിക്കുന്നവനും പ്രവാചകനുമായിരുന്നെന്ന് ഈ വിശുദ്ധ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. वचन में बताया गया कि आमोस नामक एक व्यक्ति दाखलता के वृक्षों को पकड़ने वाला एक व्यक्ति था, उसके पश्चात वो एक नबी बना. അതുകൊണ്ട് എനിക്ക് ലജ്ജയില്ല. इसलिए मुझे शर्म नहीं है. എങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. पर मैं अब यहाँ पर अपने शब्दों को समाप्त करती हूँ. എൻ്റെ പിതാവ് കർത്താവിന്റെ വേല ചെയ്തിട്ടാണ് നിത്യതയിൽ പ്രവേശിച്ചത്. मेरे पिता ने परमेश्वर का सेवकाई निभाई और फिर वो अपने विश्राम स्थान चले गए. എൻ്റെ മാതാവ് ഒത്തിരി ദൈവദാസന്മാരെ ആദരിച്ചു. मेरी माता ने कई सारे परमेश्वर के दास का आदर किया था. ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഒത്തിരി ദൈവദാസന്മാർ ദൈവമക്കൾ കടന്നു വന്ന് പാർത്ത ഭവനമാണ്. इस सकेत मार्ग से कई सारे परमेश्वर के दास और जन प्रार्थना किया हुआ भवन है ये. ഞാൻ പഠിച്ചിറങ്ങി വരുന്നതിന് മുമ്പ് എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ പിതാവ് സമർപ്പിച്ചു. मैं जब पढ़ के निकली तब मेरे पिता ने सेवकाई के लिए अपने आप को सौंप दिया था. നേരെയുള്ള സഹോദരൻ ദൈവവചനം പഠിച്ചു. और मेरा सबसे छोटा भाई ने भी वचन सीखने गया. സഹോദരൻ ദൈവവചനം പഠിച്ചു. मेरा सबसे छोटा भाई भी वचन सीखने गया. എൻ്റെ ജ്യേഷ്ഠതയും കുടുംബമായിട്ട് ഒരു ജോലിയാണെങ്കിലും കർത്താവിന്റെ വേലയുടെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്നു. मेरी बड़ी बहन परिवार के संग उत्तरी भारत में परमेश्वर का सेवकाई निभाती है. എൻ്റെ മൂത്ത സഹോദരനും കുടുംബവും അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി അവർ നിൽക്കുന്നു. वैसे ही मेरे बड़े ज्येष्ठ भाई ने भी नौकरी के संग परमेश्वर के नाम की महिमा करते हैं. എല്ലാ മഹത്വവും കർത്താവിന്. सारी महिमा केवल प्रभु को. ഒന്നും വേറെ പറയുവാനില്ല. എല്ലാ മഹത്വവും കർത്താവിന്. और कुछ भी नहीं है कहने को, सारी महिमा प्रभु को. ഇന്ന് രാത്രികാലം ഏതെങ്കിലും വിഷയത്തോടുകൂടി ആരെങ്കിലും ഭാരത്തോടുകൂടി ഈ പന്തലിൽ ഇരിക്കുന്നെങ്കിൽ എല്ലാറ്റിന്റെ പരിഹാരവും എല്ലാറ്റിന്റെ ഉത്തരവും ക്രിസ്തുവാണ്. അതിനപ്പുറത്തേക്ക് ഒരു മറുപടി ഒരു വ്യക്തിക്ക് ലഭിക്കില്ല. ഏത് ഉത്തരം യേശു ക്രിസ്തുവാണ്. यहाँ पर हमारे गवाही के जरिए मैं यही बताती हूँ कि यदि यहाँ कोई व्यक्ति भारी बोझ लेकर, कंधे में जुआ लेकर, अपने मन में दुख दर्द पीड़ा लेकर यहाँ पर आए हैं तो आज मैं आपसे ये कहती हूँ कि प्रभु यीशु मसीह के जरिए आपका बोझ हल्का कर दिया जाएगा. സന്തോഷമുള്ള എല്ലാവർക്കും നമ്മുടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. हम में से सभी लोग परमेश्वर को धन्यवाद करते हैं. ഇന്ന് രാത്രി ഒത്തിരി സന്തോഷമുണ്ട്. आज रात में बेहद खुश हूँ. കർത്താവിന്റെ ദാസൻ ആൻഡമാൻസിന്റെ മണ്ണിൽ കർത്താവിന്റെ വേലയുമായിട്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും കുടുംബമായി കടന്നു വരുവാനോ ഒരുമിച്ചൊന്ന് സംഗമിക്കാനോ കഴിയാത്തതുകൊണ്ട് പല സമയങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ വേല മതിയാക്കി നാട്ടിലേക്ക് വാ. कई बार मैं अपने छोटे भाई जो अंडरमास में सेवकाई निभाते हैं उनसे मैं यही कहती हूँ कि अपना सेवकाई खत्म करके जल्दी यहाँ वापस आए. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. क्योंकि ये बच्चे बहुत काबिल बच्चे थे. സമയമായപ്പോൾ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്നു. परंतु समय आया और मेरे सारे बच्चे बाहर आए. കുടുംബമായി കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നു. परिवार संग परमेश्वर को यहाँ तक लेकर आए. ദാവീദ് പറഞ്ഞു, കർത്താവായ യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എന്റെ ഗ്രഹവും എന്തുള്ളൂ. जिस प्रकार दाऊद कहता है कि हे प्रभु यहोवा, मैं और मेरे परिवार यहाँ तक आने के लिए हम क्या ही है. ചേറ്റിലല്ലേ യോ കിടന്നതോർത്തു നോക്കിയാൽ